ഇത്രയും വിശദമായി ചോദ്യം ചെയ്തിട്ടും അവർക്ക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം വീണയ്ക്ക് കൃത്യമായ ഒരു ധാരണയും ഈ വിഷയത്തെക്കുറിച്ചൊന്നുമില്ല. കാരണം ED തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് ഈ വീണയുടെ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക കാര്യത്തെക്കുറിച്ചും ഒന്നും പറയാൻ കഴിയുന്നില്ല. പണമിടപാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മുഴുവൻ ഇരുട്ടിത്തപ്പാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. അതേസമയം സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് തരം സർവീസാണ് CMRL-നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കൊടുത്തത്, ഈ സോഫ്റ്റ്വെയറിന്റെ കാരണം എന്താണ്, ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഈ സോഫ്റ്റ്വെയർ ഏതുതരം സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ സോഫ്റ്റ്വെയർ എന്തിന് മറ്റുള്ളവർ മറ്റൊന്നും വാങ്ങാതെ വാങ്ങണം, വാങ്ങുന്നവർക്ക് ഇതുകൊണ്ടുള്ള ഗുണമെന്താണ്, ഈ കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നത് തുടങ്ങിയ തികച്ചും സാങ്കേതികമായ, അതായത് ഒരു സ്ഥാപനം നടത്തുന്നവർ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴും വീണയ്ക്കൊരു പിടിയുമില്ല. ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ പോലെ വീണ കൈമലർത്തുന്നു. എന്ന് വെച്ചാൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തതും ആ കമ്പനി നടത്തിയതുമൊക്കെ വീണയാണെന്ന് പറയുമ്പോഴും അതുപോലും മറ്റാരോ ചെയ്തു കൊടുത്തതാണ്, വീണ അതിലെ ഒരു ഉപകരണം മാത്രമായിരുന്നു എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടപാടിന്റെ പിന്നിൽ മറ്റൊരു കറുത്ത കരം കൂടിയുണ്ടെന്ന് ED സംശയിക്കുന്നു. വീണ വിജയനും അദ്ദേഹത്തിന്റെ എക്സാലോജിക് എന്ന കമ്പനിയും CMRL-ലുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ മുഴുവൻ വിശദാംശങ്ങളും EDക്ക് ലഭിച്ചു. ആദ്യം പലതും നുണയാണ് പറഞ്ഞത്. എന്നാൽ SFIയുടെ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ കുറച്ചുകൂടി സത്യം പറഞ്ഞു. ആ ഇടപാടുകളൊന്നും നിഷേധിക്കാൻ പോലും വീണയ്ക്ക് കഴിയുന്നില്ല. പക്ഷെ വീണ പറയുന്നത് ആണോ, ഇങ്ങനെയുണ്ടോ, അത് എനിക്കറിയില്ലല്ലോ, അവരോട് ചോദിക്കും ഇവരോട് ചോദിക്കുന്നതൊക്കെയാണ്. അതുകൊണ്ട് ആരാണ് ഈ മൂന്നാമൻ എന്ന് അന്വേഷിക്കാൻ ED. ഒരുപക്ഷെ വീണയുടെ പേരിൽ ഒരു കമ്പനി തുടങ്ങി വീണയ്ക്ക് വ്യക്തിപരമായും കമ്പനി വഴിയും പണം കൊടുത്ത് സുഖമായി ജീവിക്കാൻ അവസരം കൊടുത്തെങ്കിലും അതിനെ നിയമപരമായി ഒരു കാര്യമായി മുമ്പോട്ട് കൊണ്ടുപോയത്, ഒരു എൻറ്റിറ്റിയായി മുമ്പോട്ട് കൊണ്ടുപോയത്, എല്ലാ ഇടപാടുകൾക്കും ചുക്കാൻ പിടിച്ചത്, ഇൻവോയ്സുകൾ രജിസ്റ്റർ ചെയ്തത്, അക്കൗണ്ട്സ് കൈകാര്യം ചെയ്തതൊക്കെ ഒരു ബുദ്ധികേന്ദ്രമാവാം. ആ ബുദ്ധികേന്ദ്രം ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ്. എന്നാൽ അത് ആരാണെന്ന് വീണ പറയുന്നുമില്ല. വീണയുടെ സ്ഥാപനത്തിലെ ചില ജീവനക്കാരുടെ പേര് പറയുന്നുണ്ടെങ്കിലും അവരെ കണ്ടെത്താൻ EDക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല.